ഹായ് ഗായ്സ്, രാവിലെ പുട്ടും പഴവും ഒരു ഗ്ലാസ് ചായയും കുടിച്ചതിന് ശേഷം ഞാൻ എൻ്റെ അടുക്കള പരിപാടികളിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. അതിനായി മീനെടുത്ത് വെളിയിൽ വെച്ചു. മഞ്ഞൾ വെള്ളത്തിൽ മലക്കറിയും ഇട്ടു. അപ്പോൾ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ചന്തയിൽ പോകുന്നുണ്ട്, നീ വരുന്നോ എന്ന്. ബൈ ദ വേ ചേട്ടന് ജോലിയിലായിരുന്നു. അങ്ങനെ പിന്നെ ഞാനും കൂടെ ചന്തയിൽ പോയി. ചന്തയിൽ തോനെ മീനുണ്ടായിരുന്നു, പക്ഷേ എല്ലാത്തിനും ഭയങ്കര വിലയായിരുന്നു. നമ്മൾ 3-4 ദിവസത്തേക്കാണ് മീൻ മേടിക്കുന്നത് പറഞ്ഞല്ലോ. ചെങ്കലവയും വങ്കടയും പിന്നെ വേറെ എന്തോ ഒരു ടൈപ്പ് മീനും മേടിച്ചു. 3 ദിവസത്തേക്ക് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഇന്ന് തണുപ്പ് മാറാൻ അമ്പട്ടപ്പാര എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മലക്കറിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളി ആവശ്യത്തിനുള്ള ഉള്ളി എടുത്തിട്ട് ബാക്കി ഉള്ളി തട്ടിൻ്റെ പുറത്ത് കയറ്റും. കാര്യം എന്തെന്ന് വെച്ചാൽ എല്ലാം കൂടെ കിടന്ന് ചീത്ത ആവേണ്ട കാര്യമില്ലല്ലോ. ആകുമ്പോൾ ആർക്കും ഒരു ശല്യമില്ല. അതൊക്കെ അവിടെ മുകളിൽ തന്നെ അങ്ങ് ഇരുന്നോളും. മലക്കറികളും ഫ്രിഡ്ജിലോട്ട് മാറ്റി ആ പണി അങ്ങ് തീർത്തു. മീനും നാളത്തേക്കുള്ളതൊക്കെ ഫ്രിഡ്ജിലാക്കി. അതിനുശേഷം ഞാൻ അവിയലിന് അരിഞ്ഞു അടുപ്പിലാക്കി. അടുപ്പിലാക്കിയതിന് ശേഷം തേങ്ങ തിരുവി വെച്ചു. മീനിനും തോരത്തിന് അമ്മ അവിടെ അരിയുന്നുണ്ട് കേട്ടോ. മീനിനും തോരത്തിനും പിന്നെന്തിനാണ് മീനും തോരത്തിനും തന്നെ തേങ്ങ തിരുവി വെച്ചു. അവിയലിനും കൂടെ തേങ്ങ തിരുവിയും. അവിയലിന് അരയ്ക്കാൻ നേരത്ത് നോക്കിയപ്പോഴത്തേക്കാണ് ജീരകമില്ല. ജീരകം തീർന്നുപോയി. പക്ഷെ രാവിലെ അമ്മ ചന്തയിൽ പോയപ്പോൾ പറഞ്ഞാണ് ജീരകവും കടുവും കൂടെ മേടിക്കണമെന്ന്. ഞാൻ വിചാരിച്ചു വൈകുന്നേരം മേടിക്കാമെന്ന്. പിന്നെ ഞാൻ കടയിൽ പോയി. സാധാരണ അമ്മ നേരത്തെ പറഞ്ഞു വയ്ക്കും. സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞു വയ്ക്കും. പക്ഷേ ഇതിപ്പോൾ തീർന്നു പോയെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടായിരുന്നു. പിന്നെ പെട്ടെന്ന് ജീരകമൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് തട്ടിയിട്ട് പെട്ടെന്ന് അവിയലിന് അരച്ചങ്ങ് അടുപ്പിലിട്ട്. അപ്പോഴത്തേക്ക് അമ്മ അവിടെ തോരൻ വയ്ക്കുന്നുണ്ട്. വങ്കട കണ്ടതുകൊണ്ട് ഇന്ന് വങ്കട വയ്ക്കാമെന്ന് വിചാരിച്ചു. വങ്കട തിന്നാൽ സങ്കട തീരുമെന്ന് പറയും. വങ്കട ഇസ് മൈ ഫേവറേറ്റ്. വങ്കടയുടെ തല എനിക്ക് വലിയ ഇഷ്ടമാണ്. അതിനുശേഷം ഞാൻ അമ്പട്ടപ്പാര കണ്ടിച്ച് അത് പൊരിക്കാമെന്ന് വിചാരിച്ചു. അത് 2 അയല ഉണ്ടായിരുന്നു. അങ്ങനെ അമ്പട്ടപ്പാര ഞാൻ പൊരിക്കാമെന്ന് വിചാരിച്ചു. അമ്പട്ടപ്പാര അയലയും കൂടെ പൊരിക്കാമെന്ന് വിചാരിച്ചു. അത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെയൊക്കെ ചതച്ച് മിക്സ് ചെയ്ത് കുറച്ചിട്ട് ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ അടുക്കള ക്ലീൻ ചെയ്യാൻ നിന്നു. അടുക്കള മൊത്തത്തിൽ ക്ലീൻ ചെയ്തു. പിന്നെ മീൻ എന്തായാലും അമ്മ പുറത്തിട്ടാണ് കണ്ടിരിക്കുന്നത്. ഇത് റെസ്റ്റ് ചെയ്യണ നേരം കൊണ്ട് ഞാൻ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് തൂത്ത് വൃത്തിയാക്കി. പാത്രങ്ങളൊക്കെ ഞാൻ കൂടെ തന്നെ കഴുകിപ്പോവും. കാര്യം കൂട്ടിയിട്ട് പാത്രം കഴുകുന്നത് പ്രാന്ത് പിടിക്കുന്ന ജോലിയാണ്. അപ്പോൾ അപ്പം എടുക്കുന്ന പാത്രങ്ങൾ ഞാൻ അപ്പം തന്നെ കഴുകും. പിന്നെ മീൻ പൊരിക്കാനായിട്ട് ചട്ടി ചൂടായി അതിൽ എണ്ണ ഒഴിച്ചു. അമ്പട്ടപ്പാര പൊരിച്ചത് എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. കൂട്ടം വെച്ച പൊതുവെ ഇഷ്ടമല്ല. ഈ പൊരിച്ചതാകുമ്പോൾ ഇതിൻ്റെ തല നല്ല കിളുകളായിരിക്കും. മീൻ പൊരിക്കാനായിട്ട് വെച്ചിട്ട് ഞാൻ കുറച്ച് മുറുക്ക് തിന്നാനായിട്ട് നിന്നു. കാര്യം മീൻ പൊരിക്കുന്നതിന് കാവലിരിക്കണമല്ലോ. അമ്മ വെളിയിൽ നിന്ന് മീൻ കണ്ടിക്കുകയല്ലേ. മീൻ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. പിന്നെ മീൻ പൊരിപ്പങ്ങ് ചേട്ടൻ ഏറ്റെടുത്തു. തിരിച്ചിടലും മറിച്ചിടലും ഒക്കെ. പിന്നെ ഞാൻ മീൻ വേവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. മീൻ വെന്തുടനെ ചോറ് കഴിക്കാനായിട്ടിരുന്നു. ചോറ്, മോര് കറിയും കൂമ്പ് തോരനാണ്. കൂമ്പ് തോരൻ. പിന്നെ അവിയൽ എനിക്ക് പൊതുവെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അവിയലെടുത്തില്ല. പിന്നെ പൊരിച്ച മീൻ ഇന്ന് എല്ലാവർക്കും ഉള്ളത് കൊണ്ട് നേരത്തെ തന്നെ വിശന്നു. പിന്നെ വങ്കട മീൻ്റെ തല എടുത്ത് ഞാനങ്ങ് ചോറ് കഴിച്ചു. ഞാൻ ആരെ കാത്തിരിക്കാനൊന്നും നിന്നില്ല. ഓൾറെഡി ചേട്ടൻ നേരത്തെ കുറച്ച് ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മാത്രമേ കഴിക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓക്കെ ബൈ. വീഡിയോ ഇഷ്ടം